ഹായ്, ഞാൻ ജയ റജി മത്തായി. ഞാൻ ഇന്ന് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് എന്നോട് കഴിഞ്ഞ വീഡിയോകളിൽ പലരും ചോദിച്ചു, അമേരിക്കയിൽ ഹെൽത്ത് ഇൻഷുറൻസ് അത്യാവശ്യമാണോ, അഥവാ ആവശ്യമാണെങ്കിൽ അത് എങ്ങനെ ലഭിക്കും? അതെ, അമേരിക്കയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമാണ്, അത്യാവശ്യമാണ്. അപ്പം ഇന്ന് ഞാൻ അതേപ്പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതായത് നമുക്ക് ഹെൽത്ത് എന്ന് പറയുന്നതാണ് നമ്മുടെ വെൽത്ത്. ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് എന്ത് സമ്പത്തുണ്ടെങ്കിലും അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ നമ്മൾക്ക് ആരോഗ്യം വേണം. അപ്പം ആരോഗ്യത്തിന് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മൾ അസുഖം വന്നിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നതിലും നല്ലത് നമ്മൾക്ക് റെഗുലർ ആയിട്ട് ഫിസിക്കൽ ചെക്കപ്പ് ചെയ്ത് അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ഇപ്പം അമേരിക്കയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമുണ്ടോ? വളരെ ആവശ്യമുണ്ട്. കാരണം നമ്മൾക്ക് നാട്ടിലൊക്കെ ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ നമുക്ക് ഡോക്ടറെ വീട്ടിൽ പോയും വേണമെങ്കിൽ കാണാം. അപ്പം അങ്ങനെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് രാവിലെ വേണേൽ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഏത് ഹോസ്പിറ്റലിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡോക്ടറെ പോയി കാണാം, നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും. പക്ഷെ അമേരിക്കയിൽ അങ്ങനെ സാധ്യമല്ല. നമ്മൾക്ക് ഡോക്ടറെ കാണണമെങ്കിൽ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്ത് പോകണം. പിന്നെ എമർജൻസി സിറ്റുവേഷനിൽ, ലൈഫ് ത്രെട്ടണിങ് ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമുക്ക് എമർജൻസി റൂമിലോട്ട് പോകാം. അവിടെ നമ്മൾക്കൊന്നും പേ ചെയ്യേണ്ട. ആ സമയത്ത് എല്ലാ കെയറും കിട്ടും. പിന്നെ പുറകാലെ നമുക്ക് ബില്ല് വരും. അതൊക്കെ പിന്നെ നമ്മുടെ ഓരോ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് അത് അവർ കൈകാര്യം ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അർജന്റ് കെയർ എന്ന് പറയുന്ന ക്ലിനിക്കുകൾ ഇവിടെ ഉണ്ട്. എന്നാലും അവിടെയൊക്കെ നമ്മുടെ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഇൻഫോർമേഷനൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ അമേരിക്കയിൽ ഹെൽത്ത് ഇൻഷുറൻസ് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോഴും. പിന്നെ ഞാൻ പറഞ്ഞു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് വളരെ ആവശ്യമാണ്. അപ്പം ഇങ്ങനെ പറയുമ്പം ഇപ്പം നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾ വിസിറ്റ് വിസയിലാണ് വരുന്നതെങ്കിൽ, ഇപ്പം എൻ്റെ പേരൻസ് വന്നപ്പോൾ അന്ന് ഞാൻ നമ്മുടെ ടിക്കറ്റ് എടുത്ത് ആ ട്രാവൽ ഏജൻസിയുടെ തന്നെ ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തായിരുന്നു. അത് നമുക്ക് അതിൻ്റെ പ്രീമിയവും എമൗണ്ടും ഒക്കെ വരുന്നത്, അതായത് അവരുടെ ഏജ് അനുസരിച്ചും അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചും അങ്ങനെ പല പല ക്രൈറ്റീരിയ അനുസരിച്ചാണ് അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ വന്നു കഴിഞ്ഞ് ഇപ്പം ഗ്രീൻ കാർഡിൽ ഒരാൾ വന്നു, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ശരിയാണ് ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമാണ്. ഇത് എങ്ങനെയാണ് കിട്ടുന്നത്? സാധാരണ നമ്മൾ ജോലി ചെയ്യുന്ന, ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്, ഏതെങ്കിലും കമ്പനികളിലാണ് ജോലി ചെയ്യുന്നത്, എവിടെ ആണെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ്, ഒട്ടുമിക്ക കമ്പനികളും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് തരും. അപ്പം ഇത് തരുമ്പോഴാണെങ്കിലും അത് പല പല ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. ബ്ലൂ ക്രോസ് ബ്ലൂ ഷീൽഡ് ഉണ്ട്, യുണൈറ്റഡ് ഹെൽത്ത് ഉണ്ട്, അങ്ങനെ പല പല ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുണ്ട്. പിന്നെ പല പല കമ്പനികൾ ഉണ്ടെങ്കിലും അവരുടെ എല്ലാം പ്രീമിയം ഒരുപോലെയാണെന്ന് വിചാരിക്കരുത്. അതും നമ്മൾ എടുക്കുന്ന പ്ലാൻ അനുസരിച്ചും നമ്മുടെ ഏജ് അനുസരിച്ചും നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചും നമ്മുടെ പ്ലാൻ അനുസരിച്ചും, ചിലർ ദന്തൽ എടുക്കത്തില്ല, ചിലർ കണ്ണിൻ്റെ എടുക്കത്തില്ല, അങ്ങനെ പല പല പ്ലാൻ അനുസരിച്ചിട്ടും പ്രീമിയം മാറിക്കൊണ്ടിരിക്കും. അത് മറ്റൊരു കാര്യം. പിന്നെ നമ്മൾക്ക് ഹോസ്പിറ്റലിലോ അഥവാ നമ്മൾ എന്തെങ്കിലും കമ്പനിയിലോ വർക്ക് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം നമ്മൾ പ്രൈവറ്റായിട്ട് എടുക്കുന്നതിലും കുറവായിരിക്കും. അതെങ്ങനെയാണ്? കാരണം ഈ ഹോസ്പിറ്റലുകാരും കമ്പനികളും ഒക്കെ ഒരു ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ഗ്രൂപ്പായിട്ട് എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇച്ചിരി അങ്ങോട്ട്, എനിക്ക് തോന്നുന്നത് അവർക്ക് ഇച്ചിരി അങ്ങോട്ട് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ആകുമ്പോൾ അവർക്ക് തന്നെ അവർക്ക് എന്തെങ്കിലും ലാഭത്തിലോ പ്രീമിയം കുറവിലോ കിട്ടുമായിരിക്കും. അപ്പം നമ്മൾക്കും സാധാരണ, അതായത് നമ്മളൊരു ഹോസ്പിറ്റലിലോ കമ്പനിയിലോ വർക്ക് ചെയ്യുമ്പം അവർ നമ്മൾക്ക് ഇൻഷുറൻസ് തരുവാണെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ആ ഫുൾ എമൗണ്ട് പകുതിയോ അതിൽ കുറവോ അങ്ങനെയായിരിക്കും മിക്കവാറും. അത് ഓരോ കമ്പനി അനുസരിച്ചിരിക്കും. ഇതെപ്പോഴും അങ്ങനെ തന്നെ ഇത്ര എമൗണ്ട് ഇന്നയാളെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് എല്ലാം നമ്മുടെ ഏജ് അനുസരിച്ചും മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചും കമ്പനി അനുസരിച്ചും ഇൻഷുറൻസ് പ്ലാനും കവറേജും അനുസരിച്ചും അതെപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ കിട്ടും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ പലരും
പ്രൈവറ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. സാധാരണ ഈ പ്രൈവറ്റായിട്ട് ജോലി ചെയ്യുന്നവരും സ്വന്തമായിട്ട് ബിസിനസ് ഉള്ളവരും കഴിവതും ഏതെങ്കിലും ഒരു കമ്പനി, അത് അവിടെ പാർട്ട് ടൈം ആയിട്ടോ പിന്നെ അല്ലെങ്കിൽ ആസ് നീഡഡ് ആയിട്ടോ എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് ഇങ്ങനെയുള്ള കമ്പനികളിൽ നിന്നോ ഹോസ്പിറ്റലുകളിൽ നിന്നോ ഇൻഷുറൻസിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്നവരെ എനിക്ക് പലരെയും അറിയാം. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പിന്നെ അല്ലാതെ ഇപ്പം സ്വന്തമായിട്ട് ബിസിനസ്സാണ്, വലിയൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നീ ജോലി ചെയ്യുന്ന കമ്പനി നിനക്ക് ഇൻഷുറൻസ് തരുന്നില്ല എന്ന് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ ഇൻഷുറൻസ് പ്രൈവറ്റായിട്ട് എടുക്കാം. പ്രൈവറ്റായിട്ട് എടുക്കുമ്പോൾ ഇത് വളരെ എക്സ്പെൻസീവാണ്, ഫുൾ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷെ അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ ഉള്ള ഒന്നാണ് ഒബാമ കെയർ, അതായത് അഫോർഡബിൾ ഹെൽത്ത് കെയർ ആക്ടിൻ്റെ അണ്ടറിലായിട്ട് വരുന്നതാണ്. അപ്പം ഇതിന് നിങ്ങൾ വിചാരിക്കല് എനിക്ക് ഇൻകം കുറവാണ്, എനിക്കെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും, എനിക്ക് ജോലിയില്ല എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും, അങ്ങനെയല്ല. ഇതിനും ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. അവർ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ്, നമ്മുടെ ജോലി എന്താണ്, നമ്മുടെ ഇൻകം എന്താണ്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അവർ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവരുടെ ക്രൈറ്റീരിയ ഏതിലാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ പ്രീമിയം നമ്മൾക്ക് അടയ്ക്കേണ്ടത്. അപ്പം ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾക്ക് കിട്ടും, പക്ഷേ അതിൻ്റെ പ്രീമിയം അത് നമ്മുടെ ഹെൽത്തിനെ അനുസരിച്ചും പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ മറ്റു പല ക്രൈറ്റീരിയ ഉണ്ട്, അതനുസരിച്ചായിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഞാൻ ഇന്ത്യൻ നേഴ്സ് അസോസിയേഷൻ ഐനെറ്റിൻ്റെ അഡ്വാൻസ് നേഴ്സ് പ്രാക്ടീഷണർ വീക്ക് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് പല നേഴ്സസിനെയും ഇവിടെ വന്നിട്ട് നേഴ്സായിട്ട് ജോലി ചെയ്തിട്ട് കരിയർ അഡ്വാൻസ്മെൻറ്റ് ചെയ്ത പല നേഴ്സസിനെ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെ ഞാൻ മീറ്റ് ചെയ്തൊരു വ്യക്തിയാണ് ഡോക്ടർ ആലീസ് മാത്യു. ഡോക്ടർ ആലീസ് മാത്യു തന്നെ പറയും ഡോക്ടർ ആലീസ് മാത്യുവിൻ്റെ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, പിന്നെ അവിടെ നിന്ന് എവിടം വരെ കരിയർ അഡ്വാൻസ് ചെയ്തു, അതേപറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ ആലീസ് മാത്യു എന്നോട് പറയുന്നത് ഇപ്പോൾ പുള്ളിക്കാരി ഹെൽത്ത് ഇൻഷുറൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ അപ്പോഴേ വിചാരിച്ചു, നിങ്ങൾ എന്നോട് ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം നല്ലതായിട്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റിയ ഒരാളാണ് ഡോക്ടർ ആലീസ് മാത്യു. അപ്പം ഞാൻ കിട്ടിയ അവസരം പാഴാക്കാതെ അത് വിനിയോഗിച്ചു. അപ്പം ഡോക്ടർ ആലീസ് മാത്യുവുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്രാവശ്യം നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത്. അമേരിക്കയിൽ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആവശ്യമുണ്ടോ, അഥവാ ആവശ്യമുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്? ഇപ്പോൾ ഉള്ളത് ഡോക്ടർ ആലീസ് മാത്യു ആണ്. അതായത് ഞങ്ങളുടെ ഐനെറ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് ദീർഘനാൾ ഇരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് വളരെയധികം ഇൻസ്പിറേഷൻ ഐനെറ്റിൽ കൂടെ പ്രദാനം ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം നമുക്ക് ഡോക്ടർ ആലീസിനോട് ചോദിക്കാം, ഡോക്ടർ ആലീസിൻ്റെ കരിയർ അഡ്വാൻസ്മെൻറ്റിനെ പറ്റി. നാട്ടിലാണോ നഴ്സിംഗ് പഠിച്ചത്? അതെ, നാട്ടിലെവിടെ നഴ്സിംഗ്? ബോംബെയിൽ KM ഹോസ്പിറ്റലിൽ ഞാൻ ജനറൽ നഴ്സിംഗ് പഠിച്ചു. അത് കഴിഞ്ഞ് JJ ഹോസ്പിറ്റലിൽ BSc നഴ്സിംഗ് ചെയ്തു. അത് കഴിഞ്ഞ് SNDTയിൽ MSc നഴ്സിംഗ് ചെയ്ത് ഞാൻ അവിടെ 6 വർഷം ലെക്ചറായിട്ട് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ US എങ്ങനെ എത്തിയത്? US ഞാൻ NCLEX എക്സാം എഴുതി വന്നതാണ്. US എത്തിയിട്ട് എത്ര നാളായി? 30 വർഷമായി. ഈ വർഷം 30 വർഷമായി. ഓക്കെ. അപ്പോൾ ഇവിടെ വരുന്നത് രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ടാണോ? അതെ. അപ്പോൾ ഏജൻസി വഴിയാണോ വന്നത്? അതെ, ഏജൻസി വഴിയാണ് വന്നത്. ഏജൻസി വഴിയാണ് വന്നത്. പക്ഷേ എൻ്റെ ഒരു ആൻറ്റി ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. പുള്ളിയുടെ മോട്ടിവേഷൻ കൊണ്ടാണ്, ആൻറ്റിയുടെ പേര് മിസ്സസ് ഏലിയാമ്മ മാത്യൂസ് എന്നാണ്, പുള്ളിക്കാരിയുടെ മോട്ടിവേഷൻ കൊണ്ടാണ് ഞാൻ ഇവിടെ വരാൻ കാരണമായത്. ഫാമിലി ആയിട്ടാണ് വന്നത്? ഫാമിലി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾറെഡി മാസ്റ്റേഴ്സ് അല്ല ബാച്ചിലേഴ്സ് ഉണ്ടായിരുന്നു? മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് വല്ലതും പഠിച്ചോ? ഇവിടെ വന്നിട്ട് ഞാൻ DNP ചെയ്തു. ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റിൽ DNP ചെയ്തു. അത് ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ചെയ്തത്, പക്ഷേ എനിക്ക് അത് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം ചെയ്തിട്ട് 5 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ആണല്ലേ? അപ്പം ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് തുടങ്ങി, മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് DNP ചെയ്ത്. അപ്പം DNP യെ പറ്റി ഇച്ചിരി ഒന്ന് വിശദീകരിക്കാമോ? DNP എന്ന് പറയുന്നത് ഡോക്ടർ ഓഫ് നഴ്സിംഗ് പ്രാക്ടീസ്. അത് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം PhD. PhD എന്ന് പറയുന്നത് യു ഹാവ് ടു ഡു റിസർച്ച്, ഒറിജിനൽ റിസർച്ച്.
ബട്ട് ഇൻ DNP നമ്മൾ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് വെച്ചാൽ വേറൊരാൾ റിസർച്ച് ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് എടുത്തിട്ട് നമ്മളുടെ സിറ്റുവേഷനിൽ അത് നടക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അതിൻ്റെ സക്സസ് റേറ്റ് എങ്ങനെയാണെന്നൊക്കെ പഠിക്കാം. അതാണ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്. സോ DNP ചെയ്യുന്നത് അതാണ്. അപ്പം DNPയിൽ നമ്മൾ ഏതെല്ലാം ഇങ്ങനെ ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ഏതെല്ലാം ക്രൈറ്റീരിയ ഏതെല്ലാം സബ്ജക്റ്റിലാണ് നമ്മൾ അഡ്വാൻസ് ചെയ്യുന്നത് DNPയിൽ ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ഉണ്ട്. പിന്നെ നേഴ്സ് പ്രാക്ടീഷണർ DNP ചെയ്താൽ അവരുടെ സബ്ജക്റ്റിൽ അവരുടെ ടോപ്പിക്കിൽ ഇപ്പം മെൻ്റൽ ഹെൽത്ത് ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഓരോ സബ്ജക്റ്റിൽ അവർക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ വേണമെങ്കിൽ PhD എടുക്കാം. വേണമെങ്കിൽ PhD എടുക്കാം. അപ്പൊ PhD എടുക്കുമ്പോൾ നമ്മൾക്ക് ഒരു പുതിയ കാര്യം നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെയാണ്. അപ്പം PhD എടുക്കുന്നവർ നേരത്തെ തുടങ്ങിയാൽ നല്ലതാണ്. കാരണം അത് ഒത്തിരി സമയം എടുക്കും. എന്നിട്ട് നമുക്ക് സമയമുണ്ട് അത് ചെയ്ത് തീർക്കാൻ. ലേറ്റ് ആയിട്ട് ചെയ്താൽ അതെ ശരി. നമ്മളത് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം നമുക്കും മറ്റുള്ളവർക്കും ആണെങ്കിൽ അത് നേരത്തെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് DNP എടുത്തു. DNP എടുത്തു കഴിഞ്ഞിട്ട് എവിടെ വർക്ക് ചെയ്തോണ്ടിരുന്നത്? ഞാൻ വന്ന കാലം മുതൽ പാർക്ക്ലൻഡ് ഹോസ്പിറ്റലിൽ പാർക്ക്ലൻഡ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ സിസ്റ്റം ഇൻ ഡാലസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അവിടെ ഞാൻ പല റോൾസ് ചെയ്തു. ബെഡ് സൈഡ് നഴ്സിംഗിൽ തുടങ്ങി. അത് കഴിഞ്ഞ് കേസ് മാനേജ്മെൻറ്റ് ചെയ്തു. കേസ് മാനേജ്മെൻറ്റ് കഴിഞ്ഞ് ബെഡ് സൈഡ് നഴ്സിംഗിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റ്? ഞാൻ കാർഡിയോളജി. എൻ്റെ മാസ്റ്റേഴ്സ് കാർഡിയോളജി ആയിരുന്നു. അപ്പോൾ കാർഡിയോളജി ഫ്ലോറിൽ തന്നെ ഞാൻ വർക്ക് ചെയ്തു. ടെലിമെട്രി ഫ്ലോർ എന്ന് പറയും. അത് കഴിഞ്ഞ് ഞാൻ കേസ് മാനേജ്മെൻറ്റ് ചെയ്തു 2-3 വർഷം. അത് കഴിഞ്ഞ് മാനേജ്മെൻറ്റ് ചെയ്തു. ഞാൻ അതിനിടയ്ക്ക് പോയ്സൺ സെൻറ്ററിൽ 1 വർഷം ജോലി ചെയ്തായിരുന്നു. ആണല്ലേ? അപ്പം നേഴ്സ് മാനേജറായിട്ടാണ് റിട്ടയർ ചെയ്തത്? അതെ. ആണ്. അപ്പം റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പം ഞാനൊരു ചെറിയ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ്. അത് സ്പെസിഫിക്കലി മെഡിക്കെയർ എന്ന് വെച്ചാൽ സീനിയർ സിറ്റിസൻസിന് ഉള്ള ഒരു ഇൻഷുറൻസ് ആണ്. മെഡിക്കെയർ ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. അതിനവരെ ഹെൽപ്പ് ചെയ്യാം. ഏതാ ചൂസ് ചെയ്യേണ്ടത്, എങ്ങനെ അത് അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാൻസ് ചൂസ് ചെയ്യാൻ വേണ്ടി. അതൊരു പ്രൈവറ്റ് ബിസിനസ് ആയിട്ടാണ്. നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് അതിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഏജൻസിന് പല കാര്യങ്ങൾ അറിയത്തില്ല. അവർ പേഷ്യൻസിൻ്റെ ഹെൽത്ത് സ്റ്റേറ്റസ് മെഡിക്കേഷൻസ് ഒക്കെ പറയുമ്പോൾ അവർക്കതിനെപ്പറ്റി ശരിക്കും അറിവില്ല. അതുകൊണ്ട് അവർ കുറച്ച് ഡിലേ ആവും, അല്ലെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കുന്നത് ചിലപ്പം അത്രയ്ക്ക് ശരിയാകത്തില്ല. പക്ഷേ എൻ്റെ അഡ്വാൻറ്റേജ് അതാണ്. എനിക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിയും. എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അസുഖം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് എന്തൊക്കെ ഹെൽത്ത് നീഡ് വേണം അതനുസരിച്ച് പല ഇൻഷുറൻസ് പ്ലാൻസ് ഉണ്ട്. അതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരാൾ ഇപ്പം ഞാൻ ചോദിക്കുവാണെങ്കിൽ ജോലി ചെയ്യുന്ന ഒരാൾക്കും ജോലി ചെയ്യാത്ത ഒരാൾക്കും അങ്ങനെ ഇൻഷുറൻസ് എന്തെങ്കിലും? അതെ, അങ്ങനെയുണ്ട്. അതുകൊണ്ട് ഇപ്പം ജോലി ചെയ്തിട്ട് കമ്പനി ഇൻഷുറൻസ് കൊടുക്കാത്ത ആൾക്കാർക്ക് ഗവൺമെൻറ് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അതിന് ഇത് ACA എന്ന് പറയും, അഫോർഡബിൾ കെയർ ആക്ടിൻ്റെ പ്ലാൻസ് ആണ്. ഒബാമ കെയർ എന്നായിരുന്നു അതിൻ്റെ പഴയ പേര്. ഇപ്പം അതിന് അഫോർഡബിൾ കെയർ ആക്ട് എന്ന് പറയും. അപ്പം അതിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നില്ല എങ്കിൽ നമുക്ക് ഈ പ്ലാൻ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരിക്കലും ജോലി ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിലോ? ഒരിക്കലും ജോലി ചെയ്തിട്ടില്ലാത്ത ആളിന് പൈസ എവിടുന്നാണ് വരുന്നത് ഇൻഷുറൻസ് മേടിക്കാൻ? അല്ല, ഞാൻ ചോദിക്കുന്നത് മെഡിക്കെയർ എന്ന് പറയുന്നത് 65 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു പ്ലാൻ. അത് ജോലി ചെയ്ത് നമ്മൾ 10 വർഷം മെഡിക്കെയറിലോട്ട് നമ്മൾ ഒരു പൈസ ഇടുന്നുണ്ട്. ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കമ്പനിയിൽ നിന്ന് നമ്മളുടെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ കട്ട് ചെയ്ത് പൈസ എടുക്കും. ആ കട്ട് ചെയ്യുന്നത് നമ്മളുടെ മെഡിക്കെയറിൻ്റെ പ്ലാനിലോട്ട് ആഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 65 ആകുമ്പോൾ നമുക്ക് മെഡിക്കെയർ കിട്ടുന്നത്.
ഓക്കെ. അപ്പോൾ ഒരിക്കലും ജോലി ചെയ്യാത്ത ആൾക്ക് ഇപ്പം കിട്ടത്തില്ല. പണ്ട് കൊടുത്തിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെ കൊടുക്കുന്നില്ല. ഇപ്പം നമ്മുടെ പേരൻസ് ഒക്കെ വന്നാലും അവർ ഒരിക്കലും ജോലി ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ പ്രീമിയം കൊടുത്തിട്ട് അത് മേടിക്കാം. പക്ഷേ പ്രീമിയം ഇച്ചിരി ഹൈ ആണ്, $400+ ആണ് പാർട്ട് എ പ്രീമിയം. പിന്നെ പാർട്ട് ബിക്ക് $175, അപ്പോൾ ഒരു നിയർലി $700 വേണം. ആണല്ലേ? അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇൻഷുറൻസിൽ ഇപ്പം പറഞ്ഞപ്പം പാർട്ട് എ പാർട്ട് ബി അങ്ങനെ, അതിനെ പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. പാർട്ട് എ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം പൈസ കൊടുക്കുന്നില്ല, കാരണം നമ്മൾ ഈ 10 വർഷം കൊണ്ട് പൈസ കൊടുത്തിട്ടുണ്ട്, നമ്മൾ അതിൻ്റെ അകത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ട് ബി എന്ന് പറയുന്നത് നമ്മളിപ്പം കൊടുക്കണം. ഒരു $175-180 ഇപ്പം നമ്മൾ പ്രീമിയമായിട്ട് പാർട്ട് ബിക്ക് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പം നമുക്ക് പാർട്ട് എ പാർട്ട് ബി കിട്ടും. പിന്നെ പാർട്ട് ഡി എന്ന് പറഞ്ഞത് പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻ മേടിക്കാനുള്ള ഒരു പ്ലാൻ, അതിനും പ്രീമിയം ഉണ്ട്. അതിന് $40-100 പ്രീമിയത്തിൽ പാർട്ട് ഡി കിട്ടും. അത് മേടിക്കാം. പിന്നെ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിക്കാർ മെഡിക്കെയർ സപ്ലിമെൻ്റ് എന്നും മെഡിക്കെയർ അഡ്വാൻറ്റേജ് പ്ലാൻ എന്നും പറഞ്ഞ് പ്ലാൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം മെഡിക്കെയർ ഉള്ള ആൾക്കാരെയാണ് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു സംശയം, നമ്മൾ പ്രൈവറ്റിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ പ്രൈവറ്റ് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ജോലി സ്ഥലത്തുനിന്ന് നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്. ഒരുവിധം എല്ലാവരും ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഥവാ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അപ്പം നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഇൻഷുറൻസ് എടുക്കണം, പർച്ചേസ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇൻഷുറൻസ് കൊടുക്കാറുണ്ട്. അപ്പം അതിൻ്റെ പ്രീമിയം നമ്മുടെ ഹെൽത്ത് അനുസരിച്ചാണ് കൂടുകയോ കുറയോ ഇരിക്കുന്നത്? ഹെൽത്തും ഇൻകം അനുസരിച്ച്. അപ്പോൾ നമ്മുടെ ഇൻകം കുറവാണെങ്കിൽ അതനുസരിച്ചുള്ള ഇൻഷുറൻസ് പ്ലാൻ ഉണ്ട്. ഒരു ലിമിറ്റഡ് ഇൻകം വേണം. ഇൻകം ഒട്ടുമില്ലെങ്കിൽ അതിൻ്റെ പ്രീമിയം കൂടുതൽ. അല്ല, അപ്പം നമുക്ക് മെഡിക്കെയർ കിട്ടത്തില്ലേ? 65 കഴിഞ്ഞാൽ മെഡിക്കെയ്ഡ് കിട്ടത്തില്ലേ? മെഡിക്കെയ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻകം ഇല്ലെങ്കിൽ, ഇൻകവും ഇല്ല അസറ്റും ഇല്ല എങ്കിലേ കിട്ടത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഇൻകം ഇല്ല, പക്ഷേ 401k ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ഇൻഷുറൻസ് വാങ്ങിക്കണം. ഇപ്പോൾ ഒരു സാധാരണ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് വാങ്ങിക്കുവാണെങ്കിൽ പ്രീമിയം എത്രയാണ് വരേണ്ടത്? അതും ഓരോ നമ്മൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അനുസരിച്ച് നമുക്ക് അതിന്റെ പ്രീമിയം കൂടും. എന്നോട് ഒരാൾ ഈ ചോദ്യം ചോദിച്ചു, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അപ്പം $300-400 ഇടയ്ക്ക് ബേസിക് ആയിട്ടുള്ളത് ഇൻകം ഇല്ലാത്ത ആളിന്. ഇൻകം ഉള്ള ആളാണെങ്കിൽ ഇപ്പം $20,000 ആണ്ടിലുണ്ടാക്കുന്നു, ചെറിയൊരു ജോലിയാ, അല്ലെങ്കിൽ അത്രയും ഉള്ള ആളിന് ഏറ്റവും കുറഞ്ഞ തുകയിൽ ഇൻഷുറൻസ്. അതായത് ഏറ്റവും കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു 300 അല്ല, അതിലും കുറഞ്ഞ് ഒരു $16 ഇൻഷുറൻസ് കിട്ടും. അതായത് $16 പെർ മന്ത് ആണോ? പെർ മന്ത്. ദാറ്റ് ഈസ് വെരി ഗുഡ്. അല്ല, ഇൻകം കുറഞ്ഞ ആളിന് ഇൻകം വേണം. ഇൻകം ഒരു $22,000 വരെ ഇൻകം ഉള്ള ആളിന് ആനുവലി അവർക്ക് ഈ ചെറിയ ഇതിൽ ഇൻഷുറൻസ് കിട്ടും. പക്ഷേ അതിൽ കൂടുതലുള്ളവർക്ക് പിന്നെ ചെറുക അതിന്റെ പ്രീമിയം കൂടി പോകും. 30,000 ആണെങ്കിൽ അതിൽ കൂടുതൽ. ഇപ്പൊ നാട്ടിൽ നിന്ന് ഒരാൾ വരുവാണ്, ഇവിടെ ഒന്ന് സെറ്റിൽ ആണ്, അപ്പൊ അവര് എന്തെങ്കിലും പ്രൈവറ്റ് ബിസിനസ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയുള്ളവർക്കും അവരുടെ ഇൻകം അനുസരിച്ച് പ്രൈവറ്റ് ഇൻഷുറൻസ് വാങ്ങിക്കാൻ പറ്റും. ഇൻകമും അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസും ഏജും എല്ലാം അനുസരിച്ച്. പിന്നെ അവർക്ക് എന്തോ വേണം, ബെനിഫിറ്റ് വേണമെന്നുള്ളത്. ഇപ്പം വെറും ഡോക്ടറെ മാത്രം കാണുകയാണെന്ന് വെച്ചാൽ അതിനും ഒരു ലോ പേയിങ് ഉണ്ട്, പ്രീമിയം ഉണ്ടല്ലേ. ഞാൻ അപ്പം എനിക്കൊരു ക്വസ്റ്റ്യന്, ഞാനിപ്പോൾ പ്രൈവറ്റ് ജോലി ചെയ്യുവാണ്. പ്രൈവറ്റ് ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഇൻഷുറൻസ് 65 വയസ്സ് വരെ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ റിട്ടയർ ആകുമ്പം എൻ്റെ ആ ഇൻഷുറൻസും ഞാൻ ക്യാരി ചെയ്യും അല്ലേ? അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ സ്റ്റേറ്റ് ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുവാണെങ്കിൽ, സ്റ്റേറ്റ് അല്ലെങ്കിൽ വെറ്ററൻസ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മെഡിക്കെയർ ഇൻഷുറൻസും ഉണ്ട്. മെഡിക്കെയർ നമ്മൾക്ക്
യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പം അതുകൊണ്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ 2 ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഒരുവിധം നടന്നു പോകും. അപ്പോൾ അതേ സമയത്ത് ഞാൻ പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഇൻഷുറൻസ് ഒന്നുമില്ല, മെഡിക്കെയർ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളപ്പം എൻ്റെ ഹെൽത്തിൻ്റെ നീഡ്സ് എല്ലാം ആ ഒരു ഇൻഷുറൻസ് കൊണ്ട് നടന്നു പോകത്തില്ല. അല്ല ഞാനിപ്പോൾ ഞാൻ ഹെൽത്തി ആണെങ്കിലോ, ഹെൽത്തി അല്ലാത്തപ്പം ഞാൻ മറ്റ് ഇൻഷുറൻസ് വാങ്ങിക്കേണ്ടി വരും. അല്ല, മെഡിക്കെയറും കൊണ്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാം. പക്ഷേ നമുക്ക് ചില ഇപ്പം അഡ്വാൻറ്റേജ് പ്ലാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പെർസെൻറ്റേജ് നമ്മൾ പേ ചെയ്യണം അങ്ങോട്ട്. ഇപ്പോൾ ഒരു ഡോക്ടറെ കാണുമ്പം ചില പ്ലാനിൽ $10 കൊടുക്കണം, ചില ഡോക്ടറെ കാണുമ്പോൾ $30 കൊടുക്കണം, സ്പെഷ്യലിസ്റ്റിനെ കാണുകയാണെങ്കിൽ $30 കൊടുക്കണം. അതുപോലെ തന്നെ മെഡിക്കേഷന് ചില മെഡിക്കേഷൻസ് ഫ്രീ ആണ്, ചില മെഡിക്കേഷൻസിന് നമ്മൾ കോപ്പേ കൊടുക്കണം. അപ്പോൾ അങ്ങനെ പല ചെറിയ ചെറിയ മൂവിങ് ബ്ലോക്സ് ഉണ്ട്. അത് എല്ലാവർക്കും സ്റ്റാൻഡേർഡ് അല്ല. എനിവേ എനിക്കറിയാം ഇത് വളരെ ഒരു ചുരുങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു വിചാരിച്ചല്ല ഞാനിത് തുടങ്ങിയത് തന്നെ. ഈ APRN വീക്കിന് APRNൻ്റെ കാര്യങ്ങൾ പറയാനാണ് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത്. പക്ഷേ ആ സമയത്താണ് ഡോക്ടർ ആലീസ് മാത്യു ഇങ്ങനെ ഇൻഷുറൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നും എന്നോട് പലരും ഇവിടുത്തെ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി, അതായത് നാട്ടിൽ നിന്ന് ഇവിടെ വന്നാൽ എങ്ങനത്തെ ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെ എടുക്കാൻ പറ്റും, ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ടോപ്പിക്ക് ചോദിക്കാൻ തന്നെ കാരണം. പക്ഷേ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഡോക്ടർ ആലീസ് മാത്യുവിനെ ഞാൻ ഇനിയും അപ്രോച്ച് ചെയ്ത് കൂടുതലായിട്ട് ഈ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ തിരക്കി ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്. ഈ നമ്മുടെ നാട്ടിൽ നിന്ന് പലരും നേഴ്സിംഗ് ഫീൽഡിൽ വന്നു, നമ്മളെല്ലാവരും ബെഡ് സൈഡിൽ വർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഈ അമേരിക്ക എന്ന് പറയുന്ന ഒരു ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾക്ക് ഏത് ലെവലിലെത്തോ അത്രയും വരെ എത്താം. അങ്ങനെയുള്ളവരോട് ഡോക്ടർ ആലീസ് മാത്യുവിന് എന്താണ് പറയാനുള്ളത്? നാട്ടിൽ നിന്ന് വരുന്നവർക്ക് നമ്മളൊരു ഹൈ എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ട് വന്നാൽ മതി. എന്നുവെച്ചാൽ നമ്മൾ ഹാർഡ് വർക്കും ടൈമും സ്പെൻഡ് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ നമ്മൾക്ക് ഏത് ഹൈറ്റ് വരെ പോകാം. ഞാൻ ഉദ്ദേശിച്ചതല്ല ഡോക്ടറേറ്റ് എടുക്കാൻ, പക്ഷെങ്കിൽ ദൈവം സഹായിച്ച് ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറേറ്റ് എടുക്കാൻ സാധിച്ചു. അതെൻ്റെ ഒരു ഡ്രീമായിരുന്നു. മീൻസ് ടു ഗെറ്റ് ദ അൾട്ടിമേറ്റ് എഡ്യൂക്കേഷൻ ഇൻ നഴ്സിംഗ്. സോ അത് സാധിച്ചു. ആൻഡ് ഐ എം വെരി ഹാപ്പി ആൻഡ് കണ്ടെൻറ്റ്. അതുപോലെ തന്നെ നഴ്സിങ്ങിൽ ഒത്തിരി ഫീൽഡ്സ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് ഡെഡിക്കേറ്റഡ് ഓൺലി ടു ബെഡ് സൈഡ്. ഇപ്പം ഞാൻ പോയ്സൺ കൺട്രോളിൽ ജോലി ചെയ്തെന്ന് പറഞ്ഞല്ലോ. എന്നുവെച്ചാൽ അതൊരു ഫോൺ എന്ന് പറയുന്നത് കോൾ സെൻ്ററാണ്. അവിടെ ആൾക്കാർ ആക്സിഡൻ്റലി മരുന്ന് കഴിച്ചവരും അല്ലെങ്കിൽ പാമ്പ് കടിച്ചവരും ഒക്കെ വിളിക്കുമ്പം നേഴ്സസാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആകുമ്പോഴത്തേക്ക് ഡോക്ടേഴ്സിനെ നമ്മൾ റെഫർ ചെയ്യും, അല്ലെങ്കിൽ നേഴ്സസാണ് അതിന്. സോ പല തരത്തിലുള്ള നേഴ്സിംഗ് ഉണ്ട്. ഇത് നമ്മളൊരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ. സോ ഡോണ്ട് ബി വറീഡ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യാവുന്നതാണ്. നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ആണ്. അതായത് ഗെറ്റ് ഇൻ അത് കഴിയുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് മുന്നേറാൻ പറ്റും. ട്രീറ്റ്മെന്റ് അനുസരിച്ചും നിനക്കൊരു ഡോക്ടറാണോ, അത് ഡോക്ടറിനെ പോലെ വർക്ക് ചെയ്യണോ, അത് റിസർച്ചർ ആവണോ, എഡ്യൂക്കേറ്റർ ആവണോ, മാനേജ് ചെയ്യണോ, എല്ലാം പോസിബിൾ ആണ്. ഓക്കെ, താങ്ക് യു. ഇത്ര സമയം തന്നതിന് ഞാൻ ഇനി വരുന്നതായിരിക്കും. താങ്ക് യു.